ദൈവത്തിന്റെ പരിശുദ്ധ നാമം മാറ്റപ്പെടട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ പുതുവത്സരാശംസകൾ. കടന്നു വരാത്തവർക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ പുതുവത്സരാശംസകൾ നേരുകയാണ്. വർഷം എപ്പോഴും ഓർക്കേണ്ട ഒരു സങ്കീർത്തനമുണ്ട്. അതേതാണെന്നറിയോ? എൻ്റെ കണക്ക് പ്രകാരം, നിങ്ങൾക്ക് വേറെ സങ്കീർത്തനം ഉണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ കണക്ക് പ്രകാരം ഒരു വിശ്വാസി അറിഞ്ഞിരിക്കുകയും കാണാപ്പാഠം പഠിക്കേണ്ട ഒരു സങ്കീർത്തനമുണ്ട്. അത് രാവിലെ തന്നെ കാണാപ്പാഠം പഠിക്കുന്ന നല്ലതാ. 91-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ അകത്ത് വാഗ്ദത്ത വചനങ്ങളാ. ആ വാഗ്ദത്ത വചനങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത്, ഈ വചനം വെച്ച് അനേക വചനങ്ങൾ നമ്മൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സംഗ്രഹിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളായി പറയുന്നത്. പക്ഷെ അതിലാണോ എന്നുള്ളതാ. ഈ യേശുവിൽ തന്നെ നിങ്ങളായിരിക്കണം. ആ ഹൃദയം യേശുവിൽ നിന്ന് മാറിപ്പോകരുത്. ഇവിടെ പറയുകയാണ് യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതമാണ്, കോട്ടയാണ്, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമാണ്. മാത്രമല്ല, വേട്ടക്കാരൻ്റെ കെണിയിൽ നാശകരമായ മഹാമാരി, അസുഖങ്ങളൊക്കെ എല്ലാം വിടുവിക്കും. എൻ്റെ തൂവൽ കൊണ്ട് നമ്മുടെ കോഴി കുഞ്ഞുങ്ങളെ ഇങ്ങനെ മറയ്ക്കുന്ന പോലെ, കോഴിക്കുഞ്ഞുങ്ങളെ കോഴി ഇങ്ങനെ മറയ്ക്കത്തില്ലേ, അതുപോലെ തൻ്റെ ദൈവമക്കളെ. ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കള്ളത്തരമല്ല കേട്ടോ, സത്യമാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ സംഭവിക്കും കേട്ടോ. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ്റെ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയം, ചിലർക്ക് പേടിയാ, രാത്രി സമയത്ത് പേടിയുള്ളവര് ദൈവമക്കളാ. ഭയമാ എല്ലാത്തിനും. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാൻ ഇല്ല. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ അത് നിനക്കുള്ളതാ. ഇത് ആരുടെ ഹൃദയത്തിലുണ്ടോ അവർക്കുള്ളതാ ഈ പറയുന്നതൊക്കെ. പിന്നെ പറയാം, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരത്തില്ല. വിശ്വസിക്കുന്നുണ്ടോ? കര ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ച്. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്നെ കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ദൂതന്മാരുടെ ജോലി എന്താ? നമ്മളെ സൂക്ഷിക്കാനായിട്ടാ. ഒറ്റ ദൂതൻ ഇറങ്ങി വന്ന് അശൂർ പാളയത്തിൽ 1,80,000 പേരെയാ കൊന്നത്. അങ്ങനെയാണെങ്കിൽ ദൂതന്മാരോട് കൽപ്പിക്കുന്നത് ഞാൻ ഏറ്റെടുത്താൽ നിനക്ക് വല്ലതും പേടിക്കാനുണ്ടോ? നിനക്ക് ചുറ്റും ആരുണ്ട് എപ്പോഴും? ആ ഗേഹസി കണ്ടതുപോലെ കണ്ണ് തുറക്കാൻ, അവൻ്റെ ഉൾക്കണ്ണ് തുറക്കാൻ പറഞ്ഞു. തുറന്നപ്പോഴത്തേക്ക് എന്താ കണ്ടത്? സ്വർഗത്തിൻ്റെ അഗ്നിമയന്മാരും ദൂതഗണങ്ങളും ഏലീശായിക്കും ഗേഹസിക്കും ചുറ്റും നിൽക്കുക. ഒന്നും അതിനോട് അടുത്ത് വരികയില്ല. ദൈവം അവരെ അന്ധന്മാരാക്കി എന്നാ പറയുന്നത്. അരാമ്യ പടേ, ദൈവത്തിൻ്റെ മക്കളെ, യേശുവിലാണ് നിന്റെ ഹൃദയമെങ്കിൽ ഭൂമിയിൽ ഒരു ശക്തിക്കും നിന്റെ ഒരു രോമത്തെ പറിക്കുവാൻ സാധ്യമല്ലെന്നുള്ളതാ. അതല്ല എങ്കിൽ നിന്നെ ലോകം പേടിപ്പിച്ചു കളയും. ഇവിടെ പറയാണ്, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ. ഇതാര് പറഞ്ഞ വാക്യാന്നറിയോ? സാത്താൻ വന്ന് യേശുവിനോട് പറഞ്ഞ. അപ്പൊ സാത്താൻ അറിയാം എന്ത്? അവന് വചനം മുഴുവൻ കാണാപ്പാടുവാ. എന്നിട്ട് അത് യേശുവിനോട് പറഞ്ഞു കൊടുക്കുക. നിന്റെ കാല് കല്ലിൽ മേൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം ദൂതഗണങ്ങളാൽ കാവൽ ചെയ്യുമെന്ന് പറഞ്ഞ വചനം സത്യമാണെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. അതാ സാത്താൻ ചെന്നിട്ട്, പലപ്പോഴും നമുക്കറിയത്തില്ല, അതാ പ്രശ്നം. അത് നമ്മളത് ഏറ്റെടുത്തില്ല, സാത്താൻ ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് യേശുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞ ആ വചനം, സിംഹത്തിന്റെ മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ. ആ യോശുവ പറ്റിയിരുന്നത് പോലെ, യോശുവായും കാലേബും ആരോട് പറ്റിയിരുന്നു? യേശുവിൻ്റെ ആ യോഹന്നാൻ യേശുവിൻ്റെ മാറോട് ചേർന്നിരുന്ന പോലെ നമ്മൾ ഇരുന്നോണം കേട്ടോ. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്തും, ഇപ്പൊ കഷ്ടകാലമുണ്ട് മനുഷ്യ ജീവിതത്തിൽ, പക്ഷെ ഒരു ഗുണമുണ്ട്. എന്തുവാ?
കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. പ്രശ്നമൊന്നും കണ്ട് ഭയപ്പെടല്ലേ. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. മാത്രമല്ല ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവനെ നീ നിന്റെ മക്കളെയും കണ്ടിട്ടേ നിന്റെ കണ്ണടയാൻ ദൈവം സമ്മതിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ദൈവം. അതാണ് നമ്മുടെ ദൈവം. ഈ വർഷത്തെ ഈ വാഗ്ദത്ത വചനം കുറച്ച് 1-2 പേരൊക്കെ കാണാപ്പാഠം പഠിച്ചു. എല്ലാവരും ഈ സങ്കീർത്തനം കാണാപ്പാഠം പഠിക്കണം. 2015 ഈ വചനം എല്ലാവരും ഉൾക്കൊള്ളണം. പ്രൈസ് ഗോഡ്. നമുക്ക് ഇന്ന് ഒരു 10 മിനിറ്റ് സമയം ഉള്ള ഒരു വചനം, ചെറിയൊരു വചനം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അത് നമ്മൾ ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നാം എന്ത് ചെയ്യുക? നേടണമെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ പിൻപിലുള്ളത് 2014 എല്ലാം മറക്കുക. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12, 13, 14. ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നതു കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേയുള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ ചിന്തിച്ചു കൊള്ളുക. ഇവിടെ പൗലോസ്ലീഹ റോമ കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ട് എഴുതുന്ന ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. മരണസമയം അടുത്തു. ഫിലിപ്പിയരോട് പറയുകയാണ് ഇത്. ഇവിടെ എഴുതുകയാണ്, തൻ്റെ മരണസമയത്ത് ഞാൻ തികഞ്ഞവനായെന്ന് പറയുന്നില്ലെന്ന് പറയും. എത്രയോ സഭകൾ സ്ഥാപിച്ചു, ഒരു അപ്പസ്തോലനാണ്. അനേക കാര്യങ്ങൾ താൻ ചെയ്തിട്ട് പറയുകയാണ്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ആ ഹൃദയത്തിൻ്റെ താഴാഴ്മ, ആത്മീയമായിട്ടുള്ള ഒരു പാപ്പരത്വം അവിടെ കാണുന്നു, ഒരു എളിമയുടെ അനുഭവം. സഹോദരന്മാരെ, ഞാൻ പിടിച്ചിരിക്കുന്നുവെന്ന് നിരൂപിക്കുന്നില്ല. ഒന്ന് ഞാൻ ചെയ്യുന്നു. ആ കാരാഗ്രഹത്തിൽ മരിക്കുന്ന സമയമാണെന്ന് ഓർക്കണം. പിൻപിലുള്ളത് മറക്കുന്നു, മുമ്പിലുള്ളതിനെ ആഞ്ഞുകൊണ്ട് ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ താൻ അവിടെ കടന്നുകൊണ്ട് ആ ക്രിസ്തുവിനെ നേടുക പൂർണ്ണമായിട്ട്. തൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് ഇനിയും ആ പഴയ പരാജയങ്ങളെയെല്ലാം മറക്കുക. കാരണം 2014 വന്ന പരാജയങ്ങളെ ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ 2015 നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നുവെങ്കിൽ അത് ഓർത്ത് നിരാശപ്പെട്ടു പോകും. ബൈബിള് വായിച്ച എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ കുറച്ച് പേരെ കാണത്തുള്ളൂ. ചിലരൊക്കെ വായിച്ചു, ചിലരൊക്കെ എല്ലാ ആരാധനയിലും സംബന്ധിച്ചു. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയുന്നത്? സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കരുത്. ചിലര് ദൈവത്തിന് നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു 2 കാര്യത്തിൽ. എന്തൊക്കെയാ? ദശാംശത്തിലും വഴിപാടിലും. പലരും തോൽപ്പിച്ചവരുണ്ട് ദൈവത്തെ. കർത്താവ് പറയുക, എന്നെ പരീക്ഷിപ്പിൻ, ഞാൻ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വണ്ണം നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ? ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിപ്പിൻ. നമ്മൾ കൊടുക്കുമ്പം അതനുസരിച്ച് അനുഗ്രഹിക്കുന്നു. കൊടുക്കണം. പോക്കറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പം നമ്മുടെ തലമുറയെ അതനുസരിച്ച് ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ഒരു പണ്ട് കാലത്ത് ഒരാൾക്കൊരു സഹായം ചെയ്തു. കാലങ്ങൾ കഴിഞ്ഞപ്പം ആൾ എന്നെ ഓർപ്പിച്ചു, താങ്കൾ ഇങ്ങനെ ഒരു സഹായം എനിക്ക് ചെയ്തില്ലെന്ന്. ദൈവം ഓർപ്പിച്ചു കൊടുത്തതാ. അതിൻ്റെ പാരിതോഷികമായിട്ട് ഞാനും താങ്കൾക്കൊരു സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ സഹായം മറന്നുപോയി. ദൈവം ഓർത്തെന്നുള്ള. ദൈവം ഓർത്തു, ആളും ദൈവം ഓർപ്പിച്ചു കൊടുത്തു. നമ്മൾ ആ ചെയ്യുമ്പം ദൈവം എന്ത് ചെയ്യും? ഒരിക്കലും വൃഥാവായി പോകത്തില്ലെന്നുള്ള. പല കാര്യങ്ങളും നമുക്ക് കഴിഞ്ഞ ആണ്ടിൽ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ഭംഗം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചവരുണ്ട്. വെള്ളിയാഴ്ച ദൈവനാമത്തിൽ കൊടുക്കാൻ വിട്ടുപോയവരുണ്ട്. എന്നാൽ പൗലോസ് പറയുകയാണ്, ആ പിൻപിലുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? മറക്കണം. പ്രൈസ് ദി ലോർഡ്. പിൻപിലുള്ള തോൽവികളെ ഓർത്തുകൊണ്ടിരിക്കാതെ പിൻപിലുള്ള ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും
മുമ്പിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ആ പിൻപിൽ വന്ന എല്ലാ പരാജയങ്ങളും മാറ്റിവെച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവിനാൽ വിളിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ശുഷ്കാന്തിയോടുകൂടെ 2015 അത് പിന്നിൽ വന്ന പരാജയങ്ങളെല്ലാം മറന്ന് ഇനി ഒരു വന്നാലും അത് ഇങ്ങനെ രസിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ മുമ്പോട്ടൊന്നും ചെയ്യാതെ പോകും. അപ്പോൾ ഞാൻ തൃപ്തനായി തീരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ് ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഹല്ലേലൂയ. അല്ല, താൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഓർത്താൽ തനിക്ക് സംതൃപ്തിയോടെ ഇരിക്കാം. അപ്പസ്തോലനാണ്, എല്ലാരേക്കാൾ കൂടുതൽ അധ്വാനിച്ചു, അനേക സഭകൾ സ്ഥാപിച്ചു, എല്ലാരേക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടു. എന്നിട്ടും താൻ ആ വിജയങ്ങളെ ഓർക്കുന്നില്ലെന്നുള്ളത്. താൻ പറയുകയാണ് ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. കണ്ടോ ആ എളിമയുടെ അനുഭവം? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ എത്ര താഴ്മയോട് കൂടിയാ നിൽക്കുന്നത്. ആ പൗലോസിന്റെ മനോഭാവം ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. ഇനി ഒന്ന് ഞാൻ ചെയ്യുന്നു, കഴിഞ്ഞുപോയ പരാജയങ്ങളെ എല്ലാം ഞാൻ മറന്നിട്ട് 2015 പുതിയ തീരുമാനങ്ങൾ. ഞാൻ വേദപുസ്തകം വായിക്കും, സുവിശേഷ വേലയ്ക്ക് ഞാൻ സമയം കണ്ടെത്തും, ഞാൻ അനേക നല്ല കാര്യങ്ങൾ ചെയ്യും, ദൈവനാമത്തിനായി ഞാൻ കൊടുക്കും. ഒരു പുത്തൻ തീരുമാനം ചെയ്യുന്നെങ്കിൽ അത് ഞാൻ അവനോട് പറ്റിയിരിക്കുകയാൽ അവൻ എന്നെ ഉയർത്തും. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. കേട്ടോ, ആത്മാവില്ലാത്ത ശരീരം പോലെ യാക്കോബ് പറയുന്നത്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമായിരിക്കും. അതുകൊണ്ട് വിശ്വാസത്തോടൊപ്പം പ്രവൃത്തിയിലും മുന്നേറുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതേ 3-ാം അധ്യായത്തിൽ ഒരു കാര്യം പൗലോസ് വീണ്ടും നമ്മെ ഓർപ്പിക്കുന്നതായിട്ടുള്ള കാര്യം ക്രിസ്തുവിലുള്ള നീതിയിൽ തന്നെ ഇരിക്കുക. ഫിലിപ്പിയർ 3:9, അതേ അധ്യായത്തിൽ തന്നെ 3:9 വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവനിൽ ഇരിക്കണം എന്ന് പറയാം. ഏത് നീതിയിൽ ഇരിക്കണം? ഞാൻ എപ്പോഴും ഈ പ്രവൃത്തിയെല്ലാം ചെയ്തിട്ട് അതിലേക്കല്ല എന്റെ നോട്ടം. പിന്നെന്തിലാ? അങ്ങനെ നോക്കിയാൽ നീ ഇയ്യോബിനെ പോലെ ആയിപ്പോവും. ഇയ്യോബ് തനിക്ക് തന്നെ എന്തായിട്ട് പിന്നെ തോന്നി? നീതിമാനായിട്ട് തോന്നി. ദൈവം അവന് തന്നെ, ഇയ്യോബിന് തന്നെ അവൻ നീതിമാനായിട്ട് തോന്നും. അപ്പൊ ഈ ചെയ്യുന്ന പ്രവൃത്തികളിലേക്കല്ല നമ്മുടെ നോട്ടം. പിന്നെ ആരുടെ നീതിയിലേക്ക് നോക്കണം? ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം എപ്പോഴും. കർത്താവേ, ഇതെല്ലാം ചെയ്തിട്ട് പറയണം ഞാൻ കൊള്ളരുതാത്ത ദാസൻ, ചെയ്യേണ്ടതേ ചെയ്തുള്ളൂ. ആ ഒരു മനോഭാവം ഇവിടെ പറയുകയാണ്. യേശുവാണ് എന്നെ നീതീകരിച്ചത്. കർത്താവ് വിളിച്ചവരെ നീതീകരിച്ചും, ബാക്കി നിങ്ങൾ പറഞ്ഞേ, നീതീകരിച്ചവരെ വിശുദ്ധീകരിച്ചും വിശുദ്ധീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച്. അപ്പൊ ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന്റെ നീതിയിൽ തന്നെ ഇരിക്കണം. അവിടെ പൈസ ഇട്ടു, ഇവിടെ ഇട്ടു, ദൈവത്തിന് കൊടുത്തു, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു, അതിലേക്കല്ല നോക്കേണ്ടത്. പിന്നെ ആരുടെ നീതിയിൽ നോക്കണം? ആ ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തം, അതാണ് നമ്മെ നീതീകരിച്ചത്. അതാണ് ഇയ്യോബ് പറയുന്നത്, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവിയെ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഇതാ നിന്നെ മുഖാമുഖമായി ഞാനിതാ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് അനുതപിക്കുന്നു. ഒരു അനുതാപത്തിന്റെ ഹൃദയം. ആ ഇയ്യോബിന്റെ 10 മക്കളാ മരിച്ചത്. അവനുള്ള സമ്പത്തെല്ലാം നശിച്ചു, അവന്റെ ശരീരം മുഴുവൻ കുഷ്ഠരോഗം പോലെയായി. പക്ഷെ വേദപുസ്തകം പറയുക, ഇയ്യോബിന് തനിക്ക് തന്നെ നീതിമാനെന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോഴാണ് ദൈവം ആരാണെന്ന് അവന് മനസ്സിലായത്. അപ്പോഴാണ് അവൻ പറഞ്ഞത്, അയ്യോ, ഞാൻ നിന്നെ കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ. അതുകൊണ്ട് പൗലോസ് എത്ര വലിയ മനുഷ്യനാ. അവൻ താഴ്മയോടെ പറയുക, ഞാൻ സ്വർഗത്തിൽ പോകുന്നത് എന്റെ നീതിപ്രവർത്തികളല്ല, എന്റെ നീതിപ്രവർത്തികൾ കറപുരണ്ട വസ്ത്രത്തിന് തുല്യമാണ്. കർത്താവേ, നിന്റെ നീതിയിൽ തന്നെ എന്നെ, നിന്റെ നീതി വസ്ത്രം. കഴിഞ്ഞ 31-ാം തീയതി രാത്രിയിൽ യെശയ്യാ 61 നമ്മൾ കണ്ടു. നീതി വസ്ത്രവും അതുപോലെ തന്നെ രക്ഷയുടെ അങ്കിയും, അല്ലെ? നീതി വസ്ത്രവും രക്ഷയുടെ അങ്കിയും നമ്മെ ധരിപ്പിക്കുന്നതായിട്ട്. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും
ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കണം. ഹല്ലേലൂയ. അതായിരിക്കണം നമ്മുടെ ഹൃദയം, ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ നീതി പ്രവൃത്തി. മൂന്നാമതായിട്ട് ഒരു സമ്പൂർണമായ ശിഷ്യത്വത്തിനു വേണ്ടി നമ്മെ തന്നെ ബലമേൽപ്പിക്കണം. മൂന്നാമതായിട്ട് എന്താണ്? ഒരു സമ്പൂർണ്ണ ശിഷ്യത്വത്തിനായി നമ്മെ തന്നെ. യേശുവിന്റെ അന്തിമമായ കൽപ്പന എന്താണ്? 28 എല്ലാവർക്കും അറിയാവുന്നതല്ലേ? മത്തായി 28 19 20 എല്ലാവരോട് ഒരുമിച്ച് പറഞ്ഞേ. ആകയാൽ യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കേട്ടോ, ഒബാമയുടെ കയ്യിലല്ല, ഞാൻ പറഞ്ഞു, മോഡിയുടെ കയ്യിലല്ല അധികാരം. പിന്നെ ആരുടെ കയ്യില? യേശു പറയാ, മോഡിയും ഒബാമയൊന്നും അല്ല അധികാരത്തിൽ ഇരിക്കുന്നത്. അവരൊക്കെ ഞാൻ ആക്കി വെച്ചെങ്കിലും അവരുടെ മോളിൽ ഞാൻ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളണം. ഞാനോ ലോകാവസാനം. അപ്പം രക്ഷിക്കപ്പെട്ടതുകൊണ്ടായില്ല, ശിഷ്യത്വത്തിലേക്ക്. അതിനാൽ ഞാൻ ബുധനാഴ്ച ദിവസം ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടുതൽ ആഴത്തിൽ ദൈവവചനം. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നവരൊക്കെ പറയും അല്ലെ, അവരെ ബൈബിൾ ക്ലാസ്സിന് വരണം. ഈ ആണ്ടിൽ കർത്താവെ, ഇത്രയും നാളായിട്ട് എനിക്ക് അച്ചായൻ ഇവിടെ ഇരുന്ന എല്ലാ ബുധനാഴ്ചയും 4 മണി മുതൽ 6 മണി വരെ ഇവിടെ ഉണ്ട്. വേണേ 7 മണി വരെ ഇരിക്കും. അദ്ദേഹത്തോട് പറഞ്ഞാൽ 8 മണി വരെ ഇരിക്കും. ഞങ്ങൾക്ക് വചനം പറഞ്ഞു തരും. പക്ഷെ ഞങ്ങൾക്ക് ഈ ചാൻസ് ഒക്കെ കിട്ടുന്നത് ഞങ്ങൾ കളഞ്ഞു കുളിക്കുകയാണോ? ബൈബിൾ എനിക്ക് ആഴമായിട്ടൊന്ന് പഠിക്കണം. അച്ചായൻ വന്നിരിക്കുമ്പം ആ കൂടെ വന്നിരുന്ന് ബൈബിളിന്റെ സംശയമൊക്കെ ഇടയ്ക്ക് ചോദിക്കാം, പഠിക്കാം. ആ ശിഷ്യത്വം എടുക്കണം. ആഴങ്ങളിൽ നമ്മൾ പഠിക്കണം. 2 തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത് അല്ലേ? 2 തിമോത്തിയോസ് 2:1 മുതൽ 7 വരെയുള്ള വാക്യം വായിച്ച്. 2 തിമോത്തിയോസ്, അവിടെ തിമോത്തിയോസിനോട് പറയുന്നത് 2 തിമോത്തിയോസ് 2:1 മുതൽ 7 വരെ. എന്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം. കേട്ടോ, നീ പല സാക്ഷികളുടെ മുമ്പാകെ പൗലോസ് പറയുക, എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ഇപ്പൊ കേർസൽ ലീഡേഴ്സുമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. അവര് വന്ന് ബൈബിൾ ക്ലാസ് കേട്ടിട്ട് വെറുതെ ഇരിക്കരുത്. അവര് വിശ്വസ്തരാണെന്ന് വിചാരിച്ചാണ്ടോ അവരെ പഠിപ്പിക്കുന്നത്? അവര് മറ്റുള്ളവരെ അത് പഠിപ്പിക്കണം. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണ് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം ദൈവം നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാ, എത്ര പേരെ നീ യേശുവിലേക്ക് കൊണ്ടുവന്നു, ശിഷ്യത്വം കൊടുത്തു? കാരണം കർത്താവിന്റെ അന്ത്യകൽപ്പന സ്നാനപ്പെടാൻ മാത്രമല്ല, മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്യരാക്കണം. നീ അതാണ് ഇവിടെ തിമോത്തിയോസിനോട് പറയുന്നത്. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ എന്തനുഭവിക്കണം? കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ചിന്തിച്ചു കൊള്ളുക, കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. അപ്പൊ മൂന്ന് ആൾക്കാരെ കുറിച്ചാ പറഞ്ഞത്. ആരൊക്കെയാ? ഒന്നാമത്തെ ആൾക്കാർ എങ്ങനെയുള്ളവരാ? ക്രിസ്തു നല്ലൊരു പടയാളിയായിട്ട്. രണ്ടാമത്തത് മല്ല് കെട്ടുന്ന റെസ്ലിംഗ്, ഒരാളെ ജയിക്കത്തുള്ളൂ എന്നാ പറയുന്നത്. പിന്നെ മൂന്നാമതൊരു കൃഷിക്കാരൻ. അതുപോലെ വേണം നമ്മൾ അധ്വാനിക്കാൻ. കർത്താവിന്റെ ഈ മുന്തിരിത്തോട്ടത്തിൽ അതുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ അവന്റെ കരങ്ങളിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? നമുക്ക് സമ്മാനം ലഭിക്കുകയുള്ളൂ. എന്താണ് പൗലോസ് പറഞ്ഞത്? ഞാൻ ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക്, ആ വിരുന്നിനു വേണ്ടി, ആ ലക്ഷ്യത്തിലേക്ക് എത്തണം. യേശു ഇരിക്കുന്നവിടുത്ത് കർത്താവ് പറഞ്ഞില്ലേ, ജയിച്ചു വരുന്നവന് എന്നോടുകൂടെ ഇരിക്കുവാൻ. ജയിച്ചു വരുന്നവനാ. ഇവിടെ തോന്നിവാസവും നടന്ന് അഴുക്ക് സിനിമയും കണ്ട് യേശുവിന്റെ മകനാന്ന് പറഞ്ഞ് കള്ളും കുടിച്ച്
മാതൃകയില്ലാതെ ജീവിച്ച് പത്രമേശം എടുത്ത് ഒക്കെ തോന്നിവാസവും ജീവിച്ച് വല്ലപ്പോഴും ഒക്കെ വരികയും കയ്യിൽ ഉണ്ടെങ്കിൽ വല്ലതൊക്കെ ഇടുകയും ഒക്കെ ചെയ്ത് ഒരുമാതിരി ക്രിസ്ത്യ ജീവിതം നയിച്ച് മരിച്ചു പോയാൽ ഒന്നും കിട്ടത്തില്ലെന്നുള്ള. ഇവിടെയും കിട്ടത്തില്ല, അവിടെയും കിട്ടത്തില്ല. പൗലോസ് നോക്കിക്ക് മരിക്കുന്നവരെ എങ്ങനെയെന്ന് എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. നമ്മുടെ കർത്താവിൽ നിന്ന് പരിപാലിക്കാൻ മതിയായവനാ. 91 സങ്കീർത്തനം നാട്ടുകാർക്ക് വേണ്ടി എഴുതിയിരിക്കുകയല്ല, അത് ദൈവമക്കൾക്ക് വേണ്ടിയുള്ളതാ. അങ്ങനെയാണെങ്കിൽ ഈ നല്ല നാടിനു വേണ്ടി നല്ലപോലെ പൊരുതി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു നീതിയുടെ കിരീടം ന്യായാധിപതിയായ കർത്താവ് എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവനിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൊടുക്കും. കേട്ടോ? അപ്പൊ അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരു തമാശ കളിയല്ല, അതൊരു വിശുദ്ധ ജീവിതമാണ്. അതൊരു എല്ലാവരുടെ ഇടയ്ക്ക് വന്നൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആഹാരമൊക്കെ കഴിച്ചു പോകും, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം കിട്ടുമോ? കർത്താവിന്റെ പൊഴിമുഖം കാണാൻ പറ്റുമോ? അതില്ല എങ്കിൽ പിന്നെ കഴിഞ്ഞില്ലേ നമ്മുടെ ഈ കളിയെല്ലാം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഒരു ഗൗരവമുള്ള ജീവിതമായിരിക്കണം. ദൈവം നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ മതിയായവനാ. അവൻ നമ്മെ പരിപാലിക്കും. ആ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞ പോലെ അവന്റെ മറവിൽ വസിക്കുന്നവർക്ക് ദൈവം പരിപാലനം കൊടുക്കും. നിന്റെ കൂടാരത്തിൽ ഒരു ബാധയും വരികയില്ല. നമ്മുടെ പേര് ബാധ വരുമെന്ന്, നമ്മുടെ പേര് അവനെന്നെ വിളക്കുണ്ടാക്കുമോ, നമ്മുടെ പേര് ശത്രു തന്നെ തൊടുവോ? എന്റെ സഹോദര സഹോദരി, അതൊന്നും നിന്നെ ബാധിക്കത്തില്ല. അതൊക്കെ ഓലപ്പാമ്പ് കളിയാ, അതൊക്കെ വെളിയിൽ കിടന്ന് കളിക്കത്തേ ഉള്ളൂ, നിന്നെ തുറക്കില്ല. നീ ദൈവത്തോട് തട്ടിയിരുന്ന് അവന്റെ വേല ചെയ്യുക. അതിനാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. അതാ പറഞ്ഞ ദേശത്ത് എന്ത് കേൾക്കുന്ന ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ വേറൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസകൃത്യങ്ങൾ ദേശത്ത് വർദ്ധിക്കുമ്പോഴും അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും മകനെ മകളെ നിന്റെ ഹൃദയം ക്ഷയിച്ച് അധൈര്യപ്പെട്ടു പോകരുത്. അല്ലേ? ധൈര്യം ക്ഷയിച്ചു പോകരുത്, നിങ്ങൾ ഭയപ്പെട്ടും പോകരുത്. ധൈര്യം ക്ഷയിക്കുന്നുണ്ട് എല്ലാവരും. ഭയപ്പെടുന്ന വാക്കുകളാണ് വെളിയിൽ. ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ഭാര്യ പറയും, ഇനി ആരും പറഞ്ഞില്ല, വീട്ടിലെ ഭാര്യ പറഞ്ഞു ക്ഷയിപ്പിക്കുന്ന വാക്കുകൾ. അല്ലെ ഭർത്താവ് അതിന്റെ കൂടെ ചേർത്ത് പറയും. അതേ കഴിയുമ്പോൾ പിള്ളേരുടെ ചേർത്ത് വീട്ടിൽ മുട്ടനാടിയായിരിക്കുന്നുള്ള. ഒന്നും കർത്താവ് പറഞ്ഞ വചനം മക്കൾക്ക് വേണ്ടി, പിന്നെ എന്തിനു വേണ്ടി അധ്വാനിക്കണം? അവന്റെ നാമത്തിന് വേണ്ടി ചില കഷ്ടങ്ങളൊക്കെ സഹിക്കണം. അതിന് പ്രതിഫലമുള്ളതാ. അതുകൊണ്ട് മനുഷ്യൻ പറയുന്ന വാക്കുകളൊന്നും നീ കേട്ടിട്ട് ഉണ്ടായിരിക്കാൻ പറയണം. നിന്റെ കാര്യം പോകണം, നിന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എന്നാ, നിന്റെ ഭാവി എന്തായി ഇതൊക്കെ പറഞ്ഞു വരുമ്പം ആ ആളെ ദൈവത്തിൽ നിന്നുള്ളതല്ല പിശാചിൽ നിന്നുള്ള പറയുന്നത്, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അതൊന്നും കേൾക്കാൻ പോകുന്നുണ്ട്. ദൈവം പറയുക, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ എന്ന് പറഞ്ഞാ നമ്മളെ വിടുന്നത്. പിന്നെ നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്തിനാ അയൽവക്കക്കാരനെ പേടിച്ച്? നീ എന്തിനാ നാട്ടുകാരെ പേടിക്കുന്നത്? തെറ്റ് വരുമ്പോഴാ പേടി. കള്ളത്തരം കൊണ്ടേ പേടി വരും കേട്ടോ. കള്ളത്തരം പറഞ്ഞാൽ പേടി വരും. സത്യം സംസാരിക്കണം, നീതിയോടെ ജീവിക്കണം, നീതിയോടെ ജീവിച്ച് നീതിയോടെ മരിക്കണം. ഈ കർത്താവിനെ ഉയർത്തണം. അവൻ മാത്രം സത്യദൈവവും നിത്യ ജീവനുമാണ്. അവൻ ഒരു നാളും നമ്മെ കൈവിടുകയില്ല, അവൻ ഒരു നാളും നമ്മെ ഉപേക്ഷിക്കുകയില്ല. ആമേൻ.